ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ ഋതൂസ് ഫാമിലി വ്ലോഗ്. സമയം 5:30 തോന്നുന്നു. എല്ലാവരും വോട്ട് ചെയ്തു. 6 മണി വരെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ചെയ്യാത്തവരൊക്കെ പോയി വോട്ട് ചെയ്യുക. വോട്ട് ചെയ്യാതിരിക്കാൻ പാടില്ല. നമ്മുടെ വോട്ട് നമ്മുടെ അവകാശമാണ്. എല്ലാവരും പോയി വോട്ട് ചെയ്യുക. പിന്നെ ഞാൻ ചായ കുടിക്കുന്ന സമയം കുറച്ച് വൈകി ചായ കുടിക്കാൻ. ഒന്നും ചായ കുടിക്കുകയാണ്. ഞാൻ ചായ കുടിക്കുകയാണ്. ഞാൻ എപ്പോഴും സാധാരണ കപ്പിലാണ് ഞാൻ കുടിക്കാറ്. പക്ഷേ കപ്പിൽ കുടിക്കുമ്പോൾ ഈ കപ്പ് മുഴുവൻ ഞാൻ കുടിക്കില്ല. ഈ കപ്പിലിതാ ഇത്രയൊക്കെ ഞാൻ കുടിക്കുള്ളൂ. അപ്പം നിങ്ങൾ ചോദിക്കുക എന്താ ഗ്ലാസ്സിൽ കുടിച്ചുകൂടെയെന്ന്. പക്ഷേ ഗ്ലാസ്സിൽ കുടിക്കുന്നതെന്നാലും എനിക്കൊരു കപ്പാണ് ഒരു കംഫേർട്ട് പിടിച്ച് കുടിക്കാൻ. അതുപോലെ എൻ്റെ അമ്മയും അനിയനൊക്കെ കപ്പിലാണ്. ഞങ്ങളൊക്കെ കപ്പിൽ കുടിക്കുന്ന ആൾക്കാരാണ്. കപ്പിൽ കുടിക്കുമ്പോൾ ഒരു സുഖം. പക്ഷേ അവരൊക്കെ നല്ല ചായൻ്റെ ആൾക്കാരാണ്. പക്ഷേ എനിക്ക് നിർബന്ധമില്ല. കുടിക്കുകയാണെങ്കിൽ കുറച്ച് ഗ്ലാസ് കുടിക്കും. പിന്നെ ചായക്ക് കൊഴുക്കട്ടയാണ്. എപ്പോഴൊന്നും ഉണ്ടാക്കില്ല. എന്നെന്തോ ഉണ്ടാക്കാൻ തോന്നിയിട്ട് ഉണ്ടാക്കി. പിന്നെന്താണ്, യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇന്നത് 5-6 ദിവസമായി. നമ്മുടെ യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ്സ്, പിന്നെ അതുപോലെ വാച്ച് ടൈം പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവമുണ്ട്. പിന്നെ വ്യൂസ്. ഇതായി 3 ഘട്ടങ്ങളാണ് ആദ്യം. അപ്പോൾ ഈ 3 ഘട്ടങ്ങളിൽ അത്യാവശ്യം വാച്ച് ടൈമും ഞാനങ്ങനെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ വ്യൂസും കുഴപ്പമില്ലാത്ത രീതിക്ക് പോകുന്നുണ്ട്. പക്ഷേ സബ്സ്ക്രൈബ്സ് കൂടണില്ല. പക്ഷെ അതൊന്ന് കൂടണം. നമുക്ക് ഈ 3 ഘട്ടങ്ങളാണ് യൂട്യൂബിൽ ആദ്യം തന്നെ ഉള്ളത്. അപ്പോൾ ഈ സബ്സ്ക്രൈബ്സ് കൂടണം. അത്യാവശ്യം ഇങ്ങനെ കൂടി ഒരു ദിവസം 2-3 വെച്ചിട്ട് അങ്ങനെ അത്യാവശ്യം കൂടുന്നുണ്ട്. ആദ്യത്തെ ദിവസമൊക്കെ നല്ലോണം കൂടി. ആദ്യത്തെ 1-2 ദിവസം നല്ലോണം അത്യാവശ്യം ഒരു 10 വെച്ചിട്ട് കൂടി. പിന്നെ അങ്ങനെ ഒരു ദിവസം 2 3 അങ്ങനെ വെച്ചിട്ട് ഇപ്പോൾ കുറച്ച് 36 അത്ര തന്നെ ആയിട്ടുള്ളൂ. നമുക്കങ്ങനെ നേടിയെടുക്കാം. പിന്നെ ഞാൻ വീഡിയോസ് ഇടുന്ന കണ്ടിട്ട് 1-2 ആൾക്കാർ എന്നോട് പറഞ്ഞു, എന്തിനാ അങ്ങനെ വലിച്ചു നീട്ടി സംസാരിക്കുന്നത്, കറക്റ്റായി പറഞ്ഞൂടെ, സാധാരണ സംസാരിക്കുന്ന പോലെ പറഞ്ഞൂടെ, എന്തിനങ്ങനെ വലിച്ചു നീട്ടി സംസാരിക്കണം, അങ്ങനെയൊക്കെ 1-2 ആൾക്കാർ പറഞ്ഞു. പക്ഷെ ഞാനത് നല്ല രീതിക്കാണ് എടുത്തത്. കാരണം ഓരോ കാര്യങ്ങൾ പറയുമ്പോഴേ നമുക്കറിയുന്നത്. പക്ഷെ വലിച്ചു നീട്ടി സംസാരിക്കുക പറഞ്ഞാൽ ഞാൻ സാധാരണ ഇങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത്. അല്ലാണ്ട് ഇപ്പോൾ വേറെ എങ്ങനെയൊന്നുമില്ല. ഞാൻ എപ്പോഴും ഇതേപോലെ ഈ ടോണിൽ തന്നെ ഇങ്ങനെ തന്നെയാണ് ഞാൻ എപ്പോഴും സംസാരിക്കുന്നത്. പിന്നെ ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് ഇടുന്ന സമയത്ത് അത് എൻ്റെ വോയിസ് അല്ല, അത് വേറെ ഏതോ ഒരു വോയിസ് പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. അത് വോയിസ് റെക്കോർഡ് ചെയ്തിടുമ്പോൾ, അല്ലാണ്ട് നോർമലായി സംസാരിക്കുമ്പോൾ കുഴപ്പമില്ല. വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോൾ മറ്റാരുടെയൊക്കെയോ വോയിസ്, അതൊരു എനിക്ക് തന്നെ തോന്നി ഇതൊരു കഥാപ്രസംഗം പറയേ, അങ്ങനെയൊക്കെ എനിക്ക് തോന്നി. അങ്ങനെ 1-2 ആൾക്കാർ എന്നോട് പറയുകയും ചെയ്തു, അങ്ങനെയൊന്നും ചെയ്യേണ്ട, നോർമലായിട്ട് നീ സംസാരിക്കുന്നു. പക്ഷേ ഞാൻ നോർമലായിട്ട് തന്നെ സംസാരിക്കണത്. പക്ഷെ അത് റെക്കോർഡ് ചെയ്യുമ്പോൾ വേറൊരു വോയിസ്. അതെനിക്ക് എങ്ങനെയാണ് ഇനിയിപ്പോൾ എഡിറ്റ് ചെയ്യാൻ അതിനെക്കുറിച്ച് അറിയേണ്ടതാണ്. ഞാൻ ഓരോ വീഡിയോസൊക്കെ നോക്കി പഠിക്കുന്നുണ്ട്. എഡിറ്റിങ്ങൊക്കെ ഞാൻ പഠിക്കുന്നുണ്ട്. എനിക്കതിനെക്കുറിച്ച് അറിയേണ്ടതാണ് മെയിൻ പ്രശ്നം. പിന്നെന്താണ്, ഞങ്ങൾ രാവിലെ തന്നെ പോയി വോട്ട് ചെയ്തു. അത്യാവശ്യം കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. വലിയ തിരക്കൊന്നുമില്ല. അപ്പോഴേക്കും പോയൊക്കെ വോട്ട് ചെയ്തു. അതന്നെ, പ്രത്യേകിച്ച് വേറൊന്നുമില്ല. അപ്പം അത്രയൊക്കെ തന്നെയുള്ളൂ. എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരിക കേട്ടോ. അപ്പോൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും വരാം. ബൈ.